ഓർക്കുമ്പോൾ അനുവിന്റെ മനസ്സിലേക്ക് ആദ്യമായി എന്താണ് കടന്നു വരുന്നത്? എൻ്റെ മനസ്സിൽ എപ്പോഴും ഓണസദ്യ. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ. ഓണമെന്ന് കേൾക്കുമ്പോൾ ഓണസദ്യ ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഓണസദ്യ അല്ലാതെ വേറെന്തെങ്കിലും? വേറെ ഇപ്പം അത്തപ്പൂ, പിന്നെ വള്ളംകളി, ഊഞ്ഞാലാട്ടം, പിന്നെ അവസാനം ചിലപ്പോൾ ഒരു ഓണത്തല്ലും കാണും. അത് പിന്നെ ഉറപ്പല്ലേ, ഏത് പരിപാടിക്കാ തല്ലില്ലാത്ത? പക്ഷെ നമ്മുടെ പരിപാടിക്ക് തല്ലുണ്ടാവില്ല കേട്ടോ. ഇതൊന്നും അല്ലാതെ നമുക്ക് സ്വന്തമായി കുറച്ച് നാടൻ കലാരൂപങ്ങളുണ്ട്. അതിലൊന്നാണ് തെയ്യം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ശരിക്കും അറിയില്ല. അപ്പം ഞാൻ ചുരുക്കി പറയാം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അങ്ങ് ഉത്തര കേരളമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വടക്ക് കണ്ണൂർ ഭാഗം. കണ്ണൂരുകാര് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പൊ കണ്ണൂരുകാര് കൈവെക്കുന്നുണ്ട് പുറകിന്ന്. അപ്പൊ കണ്ണൂരുകാര് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഓണക്കാലത്ത് മാത്രമായി കാണപ്പെടുന്ന ഒരു തെയ്യമാണ് ഓണത്തെയ്യം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികൾ മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് കയ്യില് മണി പിടിച്ച് ഇടത് കൈയിൽ ഓണവില്ലുമായി വീട് തോറും കൊട്ടിപ്പാടുന്നു. മഹാബലിയുടെ ചരിത്രമാണ് അവര് കൊട്ടിപ്പാടുന്നത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല, ജസ്റ്റ് തെയ്യെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എന്നാ പിന്നെ നമുക്കൊരു തെയ്യം ഡാൻസ് കണ്ടാലോ? അത് നല്ല രസമായിരിക്കും. കണ്ട് താമസിച്ച് കാളകേറ പൊന്മലയിൽ കാളകളി കണ്ട് താമസിച്ച് ആടുകേറ മാമലയിൽ ആടുകളി കണ്ട് താമസിച്ച് കുയിലുകേറ പൊന്മലയിൽ കുയിലുകളി കണ്ട് താമസിച്ച് കൊക്കുകേറ പൊന്മലയിൽ കൊക്കുകളി കണ്ട് താമസിച്ച് കുതിരകേറ മാമലയിൽ കുതിരകളി കണ്ട് താമസിച്ച് മുടിച്ചേ മുടിച്ചേ ഒരു പണിയാലക്കൊമ്പൻ പുകഴ്പെറ്റ പഴങ്കാല കണികൾ കൊഴുക്കുങ്കാല വെള്ളങ്ങേറും വേലികളിൽ നിന്നെ കോഴി പോലെ ഒന്ന് ചുട്ടുപൊക്കാളി കതിരും ചുണ്ടത്തോറും ചിരിക്കഥ തന്നിലാരും തുറക്കഥ അവളാം അവനീലാപ്പലയും അധികാരത്തിനകത്ത